തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. വിവിധ സംഘടനകൾ ആശുപത്രിയിലേക്ക് മാർച്ചും നടത്തും. ഇപ്പോൾ മാർച്ച് ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് ഇന്നലത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ഒപ്പം സംഘടനകൾ SIT ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നലെ 3 മണിക്കൂറോളമാണ് ആശുപത്രി ഇരുട്ടിലായത് എന്നുകൂടി മനസ്സിലാക്കണം. ഇന്നലെ വലിയ ശസ്ത്രക്രിയ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വൈദ്യുതി മുടങ്ങുകയും ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് ആശുപത്രി എത്തിച്ചേരുകയും ചെയ്തത്. അത് വലിയ പ്രതിഷേധത്തിന്, കൂട്ടിരിപ്പുകാരുടെയും മറ്റും വലിയ പ്രതിഷേധത്തിന് കാരണമായ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. VV അരുൺ അവിടെയുണ്ട്. അരുൺ, ഇപ്പോഴും അവിടെ പ്രശ്നം പരിഹരിച്ചു എങ്കിലും ഈ പ്രശ്നം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം വേണ്ടിവരും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കണം. ഒപ്പം ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം? രഞ്ജിത്ത്, തിരുവനന്തപുരം നഗരസഭയിലെ UDF കൗൺസിലർമാരും ഏതാനും കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. വലിയ വീഴ്ചയാണ് ഉണ്ടായത്. SIT പോലീസ് ആശുപത്രിയിൽ 4 മണിക്കൂർ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. SIT ആശുപത്രിയിൽ ഉണ്ടായ വൈദ്യുതി തടസ്സം സമയോചിതമായി പരിഹരിക്കാൻ പരാജയപ്പെട്ടു. ആരോഗ്യമന്ത്രിയും സൂപ്രണ്ടും രാജിവെക്കുക എന്ന ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ രാത്രിയും വലിയ പ്രതിഷേധം ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആളുകൾ നരകത്തിലായ ആളുകൾക്ക് വലിയ ആശങ്കയും ബുദ്ധിമുട്ടുമുണ്ടാക്കിയ സംഭവത്തിൽ നിസ്സാരമായാണ് സർക്കാർ ആരോഗ്യവകുപ്പ് കാര്യങ്ങൾ കണ്ടതെന്ന് ആരോപിച്ചായിരുന്നു ഇന്നലത്തെ പ്രതിഷേധം. ഇന്നും സമാനമായി ആരോഗ്യമന്ത്രി അടക്കം രാജി ആവശ്യപ്പെട്ട പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ 7 പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിലും അതുണ്ടാക്കിയ ഒരു പ്രശ്നങ്ങൾ ആശുപത്രിക്കുണ്ടാക്കിയ ചീത്തപ്പേര് ചെറുതല്ല. കാരണം നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഇവിടെ ഈ SIT ആശുപത്രി എപ്പോൾ വന്നാലും കാണുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവരാണ് ഈ ആശുപത്രി കൂടുതൽ ആശ്രയിക്കുന്നത്. എല്ലായിടത്തും ഈ പ്രസവ സംബന്ധമായ ചികിത്സയ്ക്ക് എല്ലാ ആശുപത്രികളും, സ്വകാര്യ ആശുപത്രികൾ, എത്ര വലിയ ആശുപത്രികൾ പുറന്തള്ളുന്ന ആളുകളെ പോലും പിന്നീട് രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ആശുപത്രിയാണ്. അങ്ങനെ വിശ്വാസത്തോടുകൂടി ആളുകൾ വരുന്ന ആശുപത്രിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ചയുണ്ടായത്. എന്തിന്റെ പേര് പറഞ്ഞാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ്. വളരെ അധികം കുട്ടികൾ, ഗർഭിണികളൊക്കെ ചികിത്സയിൽ കഴിയുന്ന ഈ ആശുപത്രി, സ്വാഭാവികമായും അതിൽ ഇത്തരമൊരു വീഴ്ചയുണ്ടായത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനായി മുൻ ആരോഗ്യമന്ത്രി കൂടിയായ VS ശിവകുമാറാണ് എത്തുന്നത്. ആശുപത്രിയിൽ ഈ വിഷയം വലിയൊരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സാധാരണക്കാരിൽ നിന്ന് പോലും വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ കണ്ടത്. സാധാരണക്കാർ തന്നെ, കൂട്ടിരിപ്പുകാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രിക്കെതിരെ ഒക്കെ വലിയ പ്രതിഷേധം നാട്ടുകാരിൽ നിന്ന്, സാധാരണക്കാർ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സമരം ഏറ്റെടുക്കുകയാണ്. ഇതിൽ ഉത്തരവാദികൾക്ക് കൃത്യമായ നടപടിയാണ് അവരുടെ ആവശ്യം. ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ആരെയും ആർക്കും അങ്ങനെ തലയൂരി പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി വേണം. ചെറിയ സാങ്കേതിക തടസ്സമാണ്, സാങ്കേതിക പ്രശ്നമാണ് ഇതിന് കാരണമെന്ന് ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ വരുമ്പോൾ അതിലെന്തുകൊണ്ട് സമയബന്ധിതമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത്. മുൻ ആരോഗ്യമന്ത്രി കൂടിയായ VS ശിവകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ UDF കൗൺസിലർമാരാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ, ഈ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു വീഴ്ചയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ കൂടുതലായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് 3 മണിക്കൂറോളം SITയെ പ്രതിസന്ധിയിലാക്കിയ വൈദ്യുതി മുടക്കം ഉണ്ടായത്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രവർത്തികളെയൊക്കെ ദുരിതത്തിലാക്കിയ, രോഗികളെ മുഴുവൻ അവരെ മുൾമുനയിൽ നിർത്തിയ ആ മണിക്കൂറുകൾ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല. ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ഈ ആശുപത്രിക്ക് ഒരു സൂപ്രണ്ടുണ്ട്. ഈ രണ്ടുപേരും ഈ സമയത്ത് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് UDF കൗൺസിലർമാർ ഇവിടെ സമരമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമരം സൂചനാ സമരമാണ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തവും
വളരെ അതിഗംഭീരവുമായ സമരങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം നേതൃത്വം നൽകുമെന്ന് അറിയിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ അവരെ ഏറെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ UDF-ന്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ പത്മകുമാർ, കോൺഗ്രസിന്റെ ലീഡർ ശ്രീ ജോൺസൺ ജോസഫ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുരേഷ് ഉൾപ്പെടെയുള്ള ചെറുവയ്ക്കൽ പത്മകുമാർ, ശ്രീകുമാർ, പാളയം ഉദയകുമാർ, മേരി പുഷ്പം, സിറാഫിൻ, മിലാനി തുടങ്ങിയ കൌൺസിലർമാർ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട നജീബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ SAT ആശുപത്രിയിൽ ഇന്നലെ 4 മണിക്കൂർ കറണ്ട് ഇല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ 1000-ഓളം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളും പിഞ്ചു നവജാതരായിട്ടുള്ള ശിശുക്കളും പൂർണ്ണ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും അങ്ങനെ 1000-ഓളം ആളുകളാണ് ഇവിടെ ആ സമയത്ത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതീവ ഗൌരവമുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ SAT ആശുപത്രിയിൽ ഉണ്ടായത്. 4 മണിക്കൂർ വൈദ്യുതി നിലച്ചിട്ടും വൈദ്യുതി ഇല്ലാതിരുന്നിട്ടും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അതിനാവശ്യമായിട്ടുള്ള ബദൽ നടപടികൾ എടുക്കാനോ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ്, അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 2 കാര്യമാണ്. ഈ SAT ആശുപത്രിയെ പോലെയുള്ള ഒരു ആശുപത്രി ഇവിടെ രാജഭരണകാലത്ത് സ്ഥാപിച്ച വളരെ പാരമ്പര്യമുള്ള ആശുപത്രി, ഇതൊരു റഫറൽ ആശുപത്രിയാണ്. റഫറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു പല ആശുപത്രികളിൽ പോയി അവിടെ ചികിത്സയ്ക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള രോഗികളെയാണ് പ്രസവത്തിനുള്ള ആളുകൾ, അതുപോലെ അമ്മമാർ, അതുപോലെ തന്നെ കുട്ടികൾ, അവരെയൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് SAT ആശുപത്രി. ഇന്നലെ ഈ 4 മണിക്കൂർ കറണ്ട് വിച്ഛേദിച്ചപ്പോൾ, ഇല്ലാതിരുന്നപ്പോൾ എന്തൊക്കെ ഗതികേടാണ് ഇവിടെ ഉണ്ടായത്? ചോദിക്കാനും പറയാനും ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു മന്ത്രിയുണ്ടോ? ഒരു ഗവൺമെന്റ് ഉണ്ടോ? IC യൂണിറ്റ്, കൊച്ചുകുട്ടികൾ കിടക്കുന്ന IC യൂണിറ്റിൽ കറണ്ടില്ല, കാഷ്വാലിറ്റിയിൽ കറണ്ടില്ല, ഓപ്പറേഷൻ. മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയാണ് കോൺഗ്രസിന്റെ. അവിടെ ഇന്നലെ 3 മണിക്കൂറോളമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.